കൊടുവള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി സലിം മടവൂരാണ് നമുക്കൊപ്പം ഉള്ളത്. ഏറ്റവും ഒടുവിൽ കൊടുവള്ളിയിലെ വിശേഷം പഴയ MLA മാതൃസംഘടനയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് മടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ബാധിക്കും ഈ മുൻ MLAയുടെ കൂറുമാറ്റം? എതിരാളികൾക്ക് എന്താണ് എന്നുള്ളത് എന്റെ വിഷയമല്ല. എനിക്ക് എന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് പറയാനുള്ളത്. എന്റെ പൊതുപ്രവർത്തനമാണ് ആളുകൾ വിലയിരുത്തേണ്ടത്. എന്റെ രാഷ്ട്രീയമാണ് ആളുകൾ വിലയിരുത്തേണ്ടത്. അതിനാണ് വോട്ട് ചോദിക്കുന്നത്. എതിർപ്പാളയത്തിൽ എന്തുണ്ടായാലും അതിന്റെ നെഗറ്റീവ് ചോദിച്ചല്ല ഞാൻ വോട്ട് ചോദിക്കുന്നത്. എന്റെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വോട്ട് ചോദിക്കാനുള്ളത്. ആളുകൾ എന്റെ പോസിറ്റീവ് നോക്കി തന്നെയാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ തയ്യാറാവേണ്ടത്. അതുകൊണ്ട് എനിക്ക് എതിരാളികളെ കുറിച്ച് എനിക്ക് മോശമായിട്ടും അല്ല പറയാൻ എനിക്കൊരു താല്പര്യവുമില്ല. എനിക്ക് എന്റെ രാഷ്ട്രീയം പറയുള്ളൂ. അദ്ദേഹം പോയതപ്പോൾ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കരുതുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രവർത്തനത്തിനാണ് വോട്ട് ചോദിക്കുന്നത്. ഞാനൊരു MLA ആയാൽ എന്റെ രാഷ്ട്രീയ സംവിധാനം മുന്നണി അത് മുന്നോട്ട് വിജയിച്ചാൽ എന്താണ് കൊടുവള്ളിക്ക് മെച്ചമുണ്ടാവുക? ഈ കൊടുവള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ, ഈ കൊടുവള്ളിയിൽ കൂടുതൽ ചെറിയ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായം, ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പോലും ഈ കൊടുവള്ളി മണ്ഡലത്തിലില്ല. കൊടുവള്ളി വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഗതാഗതക്കുരുക്കാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. എന്ത് ചെയ്യാൻ പറ്റും? അതേക്കുറിച്ചാണ് എന്റെ ചിന്ത. അല്ലാതെ ആരോ പോയോ വന്നോ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമേ അല്ല. അല്ലാതെ LDF അത്തരം കാര്യങ്ങൾ ബാധിക്കില്ല എന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ച ആള് അല്ല ഇവിടെ ഈ നെരുക്കുനിയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളില്ലേ, അവർ എനിക്ക് തരുന്ന സ്നേഹം നിങ്ങൾ കണ്ടല്ലോ. ആ സ്നേഹമാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതിൽ പലരും ഞാൻ വ്യക്തിപരമായി പലതരം സഹായവും ഹെൽപ്പും ഒക്കെ ചെയ്ത എല്ലാവരുണ്ട്. അതിൽ ഭൂരിഭാഗവും എന്റെ രാഷ്ട്രീയ എതിരാളികളാണ്. അവരൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളിപ്പോ കണ്ടല്ലോ, നേരിൽ കണ്ടില്ലേ. അതിൽ തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ കൊടുവള്ളി ഇടതുപക്ഷം തിരിച്ചു പിടിക്കും? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു. കഴിഞ്ഞ UDF വലിയ മേൽക്കൈ എന്നൊക്കെ അവർ അവകാശപ്പെടുമെങ്കിലും കഴിഞ്ഞ വട്ടം പോയതിനു മുമ്പ് 2 വട്ടം MLA-മാർ LDF MLA-മാർ കേട്ടില്ല. 2006 LDF, 2016 LDF. അടുത്ത നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക. ഏതായിരിക്കും വർഷം? ഏതായിരിക്കും ഒന്ന് പറയൂ. സീക്വൻസ് വരുമ്പോ ഏതാണ് നിങ്ങളൊന്ന് പറയൂ. 2026. അതാണ് 2026 കാത്തിരിക്കുന്നത്. അതിവിടെ സംഭവിക്കും. ഇതിപ്പം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ ബൈപ്പാസ് എന്ന ഒരു വിഷയമാണ്. അത് കൊണ്ടുവന്നു, പിന്നീട് അത് തുരങ്കം വെച്ചു. അത് നടപ്പാക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ മുന്നണിയിൽ നിന്ന് പോകുന്നതെന്നാണ് ഈ ശ്രീ കാരാട്ട് റസാഖ് പറഞ്ഞത്. എന്താണ് ബൈപ്പാസ്? അത് ആ സമയത്തുള്ള മുനിസിപ്പൽ ഭരണകൂടമാണ്. അത് ലീഗിന്റെ ഭരണകൂടമാണ്. തുടർന്ന് വന്ന MLA ലീഗിന്റെ MLA അദ്ദേഹം കത്ത് കൊടുത്തു ഗവൺമെന്റിന് ഈ പദ്ധതി ഒഴിവാക്കണം. പിന്നെ ഇടതുപക്ഷമല്ലേ ഇത് കൊടുത്ത്? ഇടതുപക്ഷമാണ് ഫണ്ട് കൊടുത്തത്. ആ ഗവൺമെന്റാണ് എല്ലാം ചെയ്തു കൊടുത്തത്. ശ്രീ കാരാട്ട് റസാഖിന് ഒറ്റയ്ക്ക് ഇത് വരച്ചുണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാക്കിയ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റാണ് നടപ്പിലാക്കിയത്, ഒരു വ്യക്തിയല്ല. ഇപ്പൊ നാളെ ഞാൻ ജയിച്ചാൽ അതൊരു സംവിധാനമല്ലേ. ഞാൻ ആ സംവിധാനമായിട്ട് മുന്നേ ഇപ്പൊ കൊടുവള്ളി ഫുട്ബോളിന്റെ വലിയ ഒരു ആവേശമുള്ള സ്ഥലമാണ്. അവിടെ സ്ഥിരം ഒരു സ്റ്റേഡിയം വേണം ഫുട്ബോളിന്. ഏതൊക്കെ തരത്തിൽ അവിടെ സ്റ്റേഡിയം സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ അതേക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്ത് പുരോഗതി, എന്ത് വികസനം, അതേക്കുറിച്ചാണ് ചിന്തിക്കുക. വികസനത്തിന് തുരങ്കം വെച്ച് 5 വർഷമാണ് കടന്നുപോയത്. ഇവിടെ നമ്മൾ പറയാം, ഇപ്പോ ഏത് മന്ത്രിയോടും ശ്രീ MK മുനീർ ആവശ്യപ്പെട്ടാൽ കൊടുക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സീനിയോറിറ്റിയും മുൻ പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സ്വാധീനമുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ ഉപയോഗപ്പെടുത്തിയില്ല. അപ്പൊ അത് ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ രംഗത്തിറങ്ങുന്നത്. ഒരു മാറ്റം വേണം. ഈ നിയോജക മണ്ഡലത്തിൽ വികസനം വേണം. 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സംരംഭം ഇവിടെ ഗവൺമെന്റിന്റേതായിട്ടില്ല, അല്ലാതെയില്ല. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം, എന്തെങ്കിലുമൊക്കെ തന്നെ സംവിധാനം വേണം. അവർക്കൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ അവർക്ക് കളിക്കാൻ കോർട്ടുകൾ, അതേപോലെ സ്റ്റേഡിയം, കൊടുവള്ളിയിൽ ഒരു സ്റ്റേഡിയം, ഇതൊക്കെ എങ്ങനെ രൂപീകരിക്കാം, അതേക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ കേരളത്തിന് തന്നെ ഒരു ഗോൾഡ് സിറ്റിയാണ് ഇല്ലേ? ആ ഒരു സാധ്യത പൂർണ്ണമായും മുതലെടുക്കാൻ കഴിയുന്നുണ്ട്. വേൾഡ് സിറ്റിയുടെ അവിടത്തേക്ക് കൂടുതൽ ആളുകൾ വരണം, സംരംഭകർ വരണം. കച്ചവടം കുറച്ചുകൂടെ നഗരത്തിലേക്ക് കുടിയേറിയ കച്ചവടം കൊടുവള്ളിയിലേക്ക് തിരിച്ചു വരണം. അവിടുത്തെ ചെറുകിട കച്ചവടം, ഇപ്പോൾ വൻകിട കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നഗരത്തിലുള്ളത്. ചെറുകിട കച്ചവടക്കാർ 100 കണക്കിന് കൊച്ചു കച്ചവടക്കാരാണ് കൊടുവള്ളിയുടെ ഐശ്വര്യം. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ അവിടെ പ്രധാന പ്രശ്നം ഗതാഗത കുരുക്കാണ്. ഒരാൾക്ക് വാഹനം പാർക്ക് ചെയ്ത് കൊടുവള്ളിയിൽ സാധനം വാങ്ങാൻ കഴിയില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഗതാഗത തിരക്ക് കുറയ്ക്കണം. അതിനാണ് നേരത്തെ പറഞ്ഞ സിറാജ് ബൈപ്പാസ് അനുബന്ധ പദ്ധതി. ഏതാണോ ഏറ്റവും അനുയോജ്യമായ പദ്ധതി അതിലൂടെ അവിടെ ബദൽ പദ്ധതി കൊണ്ടുവരണം. ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ തന്നെ, ഞാൻ കൊടുവള്ളിയിലാണ് ബൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു ദിവസം പ്രോഗ്രാം പോകും. അതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ടെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും ആ കൊടുവള്ളിയുടെ വികസനം സമഗ്ര, ഈ മണ്ഡലത്തിന്റെ ഈ നെരുക്കുനി വികസിക്കണം. നെരുക്കുനി ഇങ്ങേ അറ്റത്തുള്ള പഞ്ചായത്താണ്. ഇവിടെ നല്ല മാറ്റങ്ങൾ വരണം, നല്ല വികസനങ്ങൾ വരണം. അപ്പൊ ഈ റോഡുകൾ, കുമാരസ്വാമി വഴിക്കുള്ള റോഡ്, അതൊക്കെ വികസിപ്പിക്കണം. എത്രയോ വർഷം പഴക്കമുള്ള റോഡാണ്. ഇപ്പൊ ബാലുശ്ശേരിക്കുള്ള റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പണി നടക്കുന്നുണ്ട്. പക്ഷെ കുമാരസ്വാമി ഇത് വെച്ചാൽ ഈ റോഡിനൊരു ചരിത്രമുണ്ട്. കുമാരസ്വാമി റോഡ്
ഇത് 957 എന്റെ ഓർമ്മ, 57 ഉദ്ഘാടനം ചെയ്ത കുമാരസ്വാമി രാജ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ കുമാരസ്വാമി രാജ വന്ന് ഉദ്ഘാടനം ചെയ്ത റോഡാണ്. ഇത്രയും പഴക്കമുള്ള റോഡാണ്. ആ റോഡിൽ ഒരു ബസ്സിനെ എപ്പോഴും മര്യാദയ്ക്ക് പോകാൻ കഴിയുമോ? അപ്പോൾ അത് വീതി കൂട്ടി നല്ല മനോഹരമായ റോഡാക്കണം. 2 ലൈൻ ഡബിൾ ലൈൻ റോഡ് വരണം. അതിനാവശ്യമായ സംവിധാനം ചെയ്യണം. അതൊക്കെയാണ് നാട്ടിലെ വികസനം. അപ്പോൾ നെരിക്കുനിയിൽ കൂടുതൽ ആളുകൾക്ക് വരാനും പോകാനും, ഇപ്പോൾ കോഴിക്കോട് നിന്ന് നെരിക്കുനി എത്താൻ വല്ലാത്ത പ്രയാസം ഈ റൂട്ടിൽ. അപ്പോൾ അതൊക്കെ വേണം, കൂടുതൽ സംവിധാനങ്ങൾ വേണം. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കൊടുവള്ളി നഗരസഭയിലടക്കം വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. കാരാട്ട് ഫൈസലടക്കം പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ചില ആശങ്ക ഇടതുപക്ഷത്തിൽ ഉയർന്ന അത്തരം സാഹചര്യത്തിലായിരുന്നു. അത് ആശങ്കയല്ല, തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പൊ UDF സംവിധാനം എപ്പോഴും നമുക്കറിയാം, വ്യാജ പ്രചരണം. അപ്പൊ നേരത്തെ P. രാഘവൻ നായർ ഇവിടെ മത്സരിച്ചു. അദ്ദേഹം 3000 വോട്ടിനാണ്, ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ 3000 വോട്ടിനാണ് P. രാഘവൻ നായർ പണ്ട് പരാജയപ്പെട്ടു. 82 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഇവിടെ പ്രചരിപ്പിച്ചത് മാനിപുരത്തെ പള്ളിയിലെ ഹൗദിൽ നായയെ കുളിപ്പിച്ച രാഘവൻ നായരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ നാട് മുഴുവൻ അനൗൺസ്മെന്റ് ആണ്. പിന്നീട് വീരേന്ദ്രകുമാർ മത്സരിച്ചു. അന്നത്തെ പ്രചരണം ബാബറി മസ്ജിദ്, അതായത് അദ്ദേഹം പറഞ്ഞത് രാജീവ് ഗാന്ധി മരിച്ചത് മറക്കാറായില്ലേ എന്ന, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മരിച്ചത് മറക്കാറായില്ലേ എന്ന് ചോദിച്ചതിന് ബാബറി മസ്ജിദ് മറക്കാറായില്ലേ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർത്ത കൊടുത്തുകൊണ്ട് അദ്ദേഹം തോൽപ്പിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആളുകൾ അവരാണ്. ആ തെറ്റിദ്ധരിപ്പിക്കല്, UDF തെറ്റിദ്ധരിപ്പിക്കല്, വ്യാജ പ്രചരണങ്ങൾ, അതിൽ ചില ആളുകൾ വീണുപോയതാണ്. അവരൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെട്ടത്. ഈ കാന്തപുരത്തിനടക്കം തെറ്റിദ്ധാരണ ഉണ്ടായെന്നാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹവും ഒരിത്തിരി മാറി നിൽക്കുന്ന ഒരു തോന്നലുണ്ട്. താങ്കൾ മർക്കസിലെ അധ്യാപകൻ കൂടിയാണ്. ഇല്ല, എനിക്ക് അദ്ദേഹവും അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരൊക്കെ തന്നെ ഞാൻ രണ്ടുപേരെയും സന്ദർശിച്ചു. ഉമ്മർ പൈസയെ സന്ദർശിച്ചു. എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഞാൻ. അവരൊക്കെ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ജയിച്ചു വരണമെന്നാണ് എന്നോട് പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. ഈ സമസ്തയൊക്കെ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഒരു ലീഗിന്റെ പോഷക സംഘടന തന്നെയായിരുന്നു സമസ്ത. അതിൽ പോലും 2 വിഭാഗങ്ങളൊക്കെ മാറ്റം വന്നു. ഞാൻ സമസ്തയുടെ സമ്മേളനത്തിന് പോയ ഒരാളാ. കുണിയയിൽ ഒരു ദിവസം 1 ഡേ സമ്മേളനത്തിന് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെയൊക്കെ തന്നെ ഒരു ദിവസം ചെലവഴിച്ചാണ് ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ നമുക്കൊക്കെ തന്നെ എല്ലാ വിഭാഗമായിട്ട് ബന്ധമുണ്ട്. AP വിഭാഗമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. PK വിഭാഗത്തിനോട് എനിക്ക് എതിർപ്പില്ല. ഞാൻ അവരുടെ സമ്മേളനത്തിന് പോയിട്ടുണ്ട്. അവരുടെ ഒരു പ്രചരണ ജാഥ നടന്നപ്പോൾ ഞാൻ അതിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് മാറ്റങ്ങളാണ്. അപ്പോൾ ഈ സമസ്തകൾ നേരത്തെ രണ്ടും വളരെ അകലത്തിലായിരുന്നു. ഇപ്പം നമുക്ക് രണ്ടിടത്തും പോകാൻ പറ്റുന്ന രൂപത്തിൽ ഐക്യം വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ 2 സമസ്തകളും യോജിച്ചുകൊണ്ട് എല്ലാവരും, ഇപ്പോൾ ഉള്ള ചെറിയൊരു വിദ്വേഷം ഉണ്ടല്ലോ, അതും കൂടെ മാറിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം വരും. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. രാഷ്ട്രീയക്കാർ അതിൽ ഇടപെട്ട് ഇടങ്കോലിടരുതാന്നാണ്. അല്ല, പക്ഷെ അവരുടെയൊക്കെ പിന്തുണ ഉണ്ടാവും തീർച്ചയായും. ഞാൻ വളരെ നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 നേതാക്കളെയും 2 സമ്മേളനങ്ങളും എല്ലാത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാം യോജിച്ചു വരാൻ നമ്മളൊരു ചാലക ശക്തിയാവാൻ സാധിച്ചാൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വലിയ വിജയം നേടും തീർച്ചയായും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ ആളുകളുടെ ഒക്കെ പ്രതികരണം കണ്ടിട്ട്? നിങ്ങളാണ് പറയേണ്ടത്. ഇവിടെ ആളുകളുടെ പ്രതികരണം, ജനങ്ങൾ എനിക്ക് തരുന്ന സ്നേഹം, അത് കാണുമ്പോൾ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്, അല്ലേ? എന്തായാലും പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിന്. UDF നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഒപ്പം ബൈപ്പാസ് അടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ചയായി വരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി മാറി എന്നുമാണ് സലിം മടവൂർ പറയുന്നത്.